പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യുമ്പോൾ യൂറോപ്പിന്റെയും ബ്രിട്ടന്റെയും കിളി പറത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എണ്ണ വേണമെങ്കിൽ ഒന്നുകിൽ അമേരിക്കയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ പോയി യുദ്ധം ചെയ്ത് നേടുക. ഇതാണ് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് മുൻപിൽ ട്രംപ് വച്ചിരിക്കുന്ന പുതിയ ചോയ്സ്. ഇറാനെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ സഹായിക്കാൻ മടിച്ച യൂറോപ്യൻ സഖ്യകക്ഷികൾക്കാണ് ട്രംപ് ഇപ്പോൾ 8ന്റെ പണി കൊടുത്തിരിക്കുന്നത്. ഇത് ഉടനെ തന്നെ വരുമെന്ന് നമുക്കറിയാമായിരുന്നു. സ്വന്തമായി പോരാടാൻ രാജ്യങ്ങൾ പഠിക്കണമെന്നും എപ്പോഴും ഓടിയെത്താൻ അമേരിക്ക കൂടെ ഉണ്ടാകില്ല എന്നും ട്രംപ് തുറന്നടിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം വിമാന ഇന്ധനം പോലുമില്ലാതെ ബുദ്ധിമുട്ടുന്ന UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ചില നിർദ്ദേശങ്ങൾ വെച്ചത്. ഒന്നുകിൽ ധാരാളമായി സ്റ്റോക്കുള്ള അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക, അല്ലെങ്കിൽ അല്പം ധൈര്യം സംഭരിച്ച് കടലിടുക്കിലേക്ക് പോയി എണ്ണ പിടിച്ചെടുക്കുക എന്നാണ് ട്രംപ് പരിഹസിച്ചെഴുതിയ പോസ്റ്റ്. ഇറാന്റെ ശക്തി ഏതാണ്ട് പൂർണ്ണമായും നശിക്കപ്പെട്ടുവെന്നും വലിയ പണികൾ കഴിഞ്ഞതിനാൽ ഇനി നിങ്ങളുടെ എണ്ണ നിങ്ങൾ തന്നെ പോയി എടുത്തോളൂ എന്നുമാണ് സഖ്യകക്ഷികളോടുള്ള ട്രംപിന്റെ വെല്ലുവിളി. ഫെബ്രുവരി 28-ന് അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെയാണ് ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചത്. ഇതോടെ രൂക്ഷമായിട്ടുള്ള ഇന്ധന പ്രതിസന്ധി ഉടലെടുക്കുകയും ബാരലിന് $75 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് കുതിച്ചുയരുകയും ചെയ്തു. ഈ പാത സുരക്ഷിതമാക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കാൻ ട്രംപ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടെങ്കിലും പ്രധാന രാജ്യങ്ങളൊന്നും തന്നെ അനുകൂലമായി പ്രതികരിച്ചില്ല. ഇതോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് രോഷാകുലനായതും പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ ഇനി സ്വന്തം കാര്യം നോക്കിക്കൊള്ളണമെന്നും വ്യക്തമാക്കിയത്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാന്റെ ദേശീയ കറൻസിയിൽ ടോൾ ഈടാക്കാനുള്ള നിർദ്ദേശം ഇറാൻ പാർലമെന്ററി കമ്മിറ്റി അംഗീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ ഈ ഭീഷണി വരുന്നത്. കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാഗ് ദ്വീപും ഒരുപക്ഷെ സമുദ്രജലം കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകളും ഒക്കെ അമേരിക്ക തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 6-ന് മുൻപ് ഇറാനുമായി ഒരു കരാറിലെത്താനാണ് വൈറ്റ് ഹൗസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വാഷിംഗ്ടണിന്റെ ആവശ്യങ്ങൾ അമിതവും യുക്തിരഹിതവുമാണെന്ന് പറഞ്ഞ് ഇറാൻ ഇത് തള്ളിക്കളയുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തുടങ്ങി ഒരു മാസത്തിലേറെയായിട്ടും ഹോർമൂസിൽ ഇറാന്റെ ആധിപത്യം തുടരുകയാണ്. US സൈന്യം തങ്ങളുടെ മണ്ണിൽ പ്രവേശിച്ചാൽ ഗൾഫ് അറബ് രാജ്യങ്ങൾക്കെതിരെ കരയുദ്ധം ആരംഭിക്കുമെന്നും പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ വിതറുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണം കഠിനമായി ബാധിച്ച ഗൾഫ് സഖ്യകക്ഷികളും ഇസ്രയേലും ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കണമെന്നാണ് ട്രംപിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ തങ്ങൾ മേഖലയിലെ US സേനയെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും അവർക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത ശത്രുക്കൾക്ക് നേരെയാണ് ഇറാന്റെ പോരാട്ടമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ ലോകത്തിന്റെ എണ്ണയുടെ 1/5 കടന്നു പോകുന്ന പേർഷ്യൻ ഗൾഫിലെ ഈ ജലപാതയ്ക്ക് മേലുള്ള ഇറാന്റെ നിയന്ത്രണം ആഗോള ഓഹരി വിപണികളെ ഉലയ്ക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കയെ സഹായിക്കാത്തവർ സ്വന്തം കാര്യം നോക്കിക്കൊള്ളണമെന്ന് ട്രംപിന്റെ നിലപാട് യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തവർക്ക് വേണ്ടി സൗജന്യമായി ലോക പോലീസുകാരൻ കളിക്കാൻ ഇനി അമേരിക്ക ഇല്ല എന്ന വ്യക്തവും കർശനവുമായിട്ടുള്ള സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.